ഇന്ന് നമ്മളെല്ലാവരും കൂടെ പുലർച്ചെ തന്നെ വൈരങ്കോട് തൊഴാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വൈരങ്കോട് വേലയാണ്. അതുകൊണ്ട് രാവിലെ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയും തിരക്കായിരിക്കും കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ പൂരം കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം ഷാജേട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല ഗംഭീര തിരക്കുണ്ട് കേട്ടോ. ഇവിടുത്തെ തിരക്കേണ്ട കാര്യം പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, അത്രയും തിരക്കായിരുന്നു. ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. പുറത്ത് നിന്നിട്ട് തൊഴുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് എക്സാം എല്ലാ സമയമാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരണമല്ലോ, അപ്പം അത് കാരണം. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുണ്ടായിരുന്നു, ഏട്ടനും അനിയനും ശ്രുതി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് തൊഴാൻ വേണ്ടിയിട്ട് പോയത്. ചെറുതിലൊക്കെ കാട്ടാളന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി റോഡിൻ്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു. കാണുമ്പോൾ പേടിയാണെങ്കിലും അത് കാണാൻ വേണ്ടിയിട്ട് ഒരു തുരണ്ടായിരുന്നേ. ഇപ്രാവശ്യം കാട്ടാളനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ കാണാമായിരുന്നു, നമ്മുടെ ആ റോട്ടിൽ കൂടെ ഒക്കെ പോകുമായിരുന്നു കേട്ടോ. പിന്നെ തന്നെ നമ്മൾ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പോണത് കേട്ടോ. മൈലാഞ്ചേട്ടൻ്റെ ഈ ഒരു സംഭവം, ഈ ഒരു അച്ചിൽ മുക്കിയിട്ട് ചെയ്യണത്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തിരക്ക് കാരണം ഞാൻ അതൊന്നും ചെയ്യാണ്ട് തിരിച്ചു പോകുന്നു. പിന്നെ നമ്മൾ പൊരി നുറുക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതിൽ അച്ഛൻ്റെ കൂടെ തൊഴാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, രാവിലെ അച്ഛൻ ഞങ്ങൾ തൊഴിയിക്കാൻ കൊണ്ടുവരും, വൈകുന്നേരം അച്ഛൻ പൂരത്തിന് പോകും. ഞങ്ങൾ കൊണ്ടുവരില്ല, നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ തട്ട കാണാതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഞങ്ങൾ വന്ന് തൊഴിയിക്കായിരുന്നു കേട്ടോ അച്ഛനുള്ള സമയത്ത്. ഇപ്പൊ പിന്നെ മാസം മാസം വരില്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് തൊഴുത് പോരുവേ. അപ്പോൾ അതാ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുക. നല്ല ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, വലിയ കാളകളെ കണ്ടിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇനി വൈകുന്നേരം വരില്ലല്ലോ, അപ്പോൾ കണ്ടതൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരാ. അമ്മേനെ ഇനി വീട്ടിലാക്കിയിട്ട് വേണം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.